ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കബാലിയത്ത് റൈസുമായിട്ടാണ് കേട്ടോ. ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനു വേണ്ടി നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള, ക്യാപ്സിക്കൻ, ക്യാരറ്റ്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിനയില. 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബസുമതി റൈസാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും കൂടി ചേർത്താൽ നല്ലവണ്ണം പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം നമുക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഉള്ളി നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ കബ്സ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് 1.5 മാഗി ക്യൂബ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നാരങ്ങാനീരും 1 നാരങ്ങാനീരും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കനും ക്യാരറ്റും പിന്നെ മല്ലിയിലയും പുതിനയും ഒക്കെ ഒന്ന് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 പട്ടയും ഗ്രാമ്പും ഏലക്കായും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് അരി എടുത്തത് ആ പാത്രത്തിൽ 2 പാത്രം വെള്ളവും നമുക്ക് വേണം കേട്ടോ. അതും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 മാഗി ക്യൂബും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കബ്സ മസാലപ്പൊടിയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസുമതി റൈസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മസാലയിലെ 2 ടീസ്പൂൺ മസാലയും ചിക്കൻ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി നമുക്ക് ദം ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ കബാലിയത്ത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.